മധ്യം അസ്മദാചാര്യ സംഗീത ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യ സൗത്രഭാഷ്യകൃതോ പുനഃ ഗുരുരാത്മേ മൂർത്തിഭേദവിഭാഗിനേ ദക്ഷിണാമൂർത്തയേ നമഃ. സ യഥോർണനാഭിസ്തന്തനുശ്ചരേ യഥാഗ്നി ക്ഷുദ്ര വിസ്ഫുലിംഗാ വിച്ചരന്തി ഏവമേവ അസ്മാത് ആത്മനഃ സർവേ പ്രാണാ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാം ഏഷ സത്യം. നസ്തി തസ്യ ഉദ്ഗമനേ സത്വാതിരിക്തം കാരകാന്തരം യഥാ ചേകരൂപാത്തേകസ്മാത് അഗ്നിഃ ക്ഷുദ്രാത്പാ വിസ്ഫുലിംഗാഃ തൃടയോവൈവാഃ വിച്ഛരന്തി വിവിധം നാനാ വാ ഉച്ഛരന്തി തദ്യഥായമോ ദൃഷ്ടാന്തോ കാരകഭേദാഭാവേപി പ്രവൃത്തിം ദർശയതഃ. അതാണ് അവിടെ പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നമ്മൾ കാണുന്നത് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നതും വേണം, പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങൾ വേണം. തന്നിൽ നിന്നും അന്യമായ ഒന്നിനെ ആശ്രയിക്കാതെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. ഇപ്പോൾ ജഗത് സൃഷ്ടിയും അതുപോലെ നമ്മളൊരു പ്രവൃത്തിയായി കാണും. നമ്മളിവിടെ കാണുന്ന ഇതിനനുസരിച്ച് ഉള്ള യുക്തികൾ അവിടെയും പറഞ്ഞു. അപ്പൊ ജഗത്ത് സൃഷ്ടിക്കണമെങ്കിലും ഒരു സൃഷ്ടിക്കുന്നവൻ വേണം, അവനിൽ നിന്ന് അന്യമായി ഉള്ള കാരകങ്ങൾ വേണം. പാത്രം ഉണ്ടാക്കുന്നവന് ചക്രവും പടിയും പോലെ ഈ ജഗത് സൃഷ്ടാവിനും മറ്റെന്തോ ഉപകരണങ്ങളില്ല എങ്ങനെ സൃഷ്ടിക്കും? അങ്ങനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാതെ യുക്തിവിരുദ്ധമാണ്, നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമാണ്. നമ്മുടെ ഈ സൃഷ്ടിക്കകത്തുള്ള നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ യുക്തി. ഇതിങ്ങനെ എങ്ങനെയൊക്കെ സംഭവിക്കണം. അത് പ്രപഞ്ചത്തിനകത്തുള്ള നമ്മുടെ അനുഭവത്താണ്. പ്രപഞ്ചത്തിനകത്തുള്ള കാര്യകാരണ ബന്ധത്തെ കണ്ടിട്ടാണ് നമ്മൾ യുക്തിയെ നിശ്ചയിക്കുന്നത്. ഇന്നതായിരിക്കണം. പക്ഷെ ഈ യുക്തി പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ കഴിയും? കാരണം അതെന്തായാലും പ്രപഞ്ചബാഹ്യമായി. സൃഷ്ടിക്ക് ശേഷം ഉള്ള കാര്യങ്ങളെല്ലാം പ്രപഞ്ച അന്തർഗതമായി. സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം പ്രപഞ്ചബാഹ്യം. അപ്പോൾ ഈ പ്രപഞ്ച അന്തർഗതമായ യുക്തികളെ പ്രപഞ്ചബാഹ്യമായി എങ്ങനെയാണ്
വേണമെന്ന് നമ്മൾ സാക്ഷ്യം പിടിക്കുന്നത്. അവിടെ ഇതൊന്നും, ഈ യുക്തികൾക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ ഇതെല്ലാം ആവശ്യമുണ്ട്. ഇവിടെ കർത്താവും കർമ്മവും കരണവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ ഈ സൃഷ്ടിക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് കരുതുന്നത് ശരിയല്ല. അതാണ് ഇവിടെ പറയുന്നത്. കാരകഭേദാഭാവേപി പ്രവൃത്തി ദർശയത്. കാരക ഒന്നുമില്ലെങ്കിലും പ്രവൃത്തി, സൃഷ്ടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? അതെല്ലാം സൃഷ്ടിക്ക് ശേഷം സംഭവിച്ചതാണ്, അല്ലെങ്കിൽ സൃഷ്ടി സംഭവിച്ചതാണ്. ഈ കാര്യകാരണ നിയമങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ് അടുത്ത് പറയുന്നത്. പ്രാക് പ്രവൃത്തിശ്ച സ്വഭാവത ഏകത്വമേവ ഏവ അസ്മദാത്മനോ വിജ്ഞാനമേശ്യ പ്രാക് പ്രതിബോധാ യസ്വരൂപം തസ്മാ. ഇവിടെ നാനാത്വം പ്രതീതമാകുന്നു. ഇവിടെ എന്താണ് സ്വരൂപം? ഈ നാനാത്വത്തിന്റെ സ്വരൂപം നിശ്ചയിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നാനാ ദർശനങ്ങളുണ്ടായത്, നാനാ തത്വശാസ്ത്രങ്ങളുണ്ടായത്. എല്ലാത്തിനും താല്പര്യം ഇതാണ്, ഇതിന്റെ സ്വരൂപം എന്താണ്, ഇതിന്റെ വാസ്തവം, അതാണ് സ്വരൂപം എന്ന് പറയുന്നത്. ഇതിന്റെ പരമാർത്ഥം എന്താണ്? ഇതിന്റെ പരമാർത്ഥം പ്രാക് പ്രതിബോധ. അത് ഈ ജാഗ്രതത്തിന് മുമ്പുള്ളതാണ് ഇതിന്റെ പരമാർത്ഥം. അവിടെ ഈ യുക്തികളൊന്നും അവിടെ നടക്കത്തില്ല, അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. അതാണ് പരമാർത്ഥം എന്നങ്ങനെ നിശ്ചയിക്കും. സുഷുപ്തി, അതിനോട് പറയുന്നു പ്രാക് പ്രതിബോധ. ഇവിടുത്തെ എല്ലാ ചർച്ചയും അതിനെ ആശ്രയിച്ചിട്ടാണ്, അത് വിടാൻ പാടില്ല. പ്രാക് പ്രതിബോധ യസ്വരൂപം. ആ പ്രതിബോധം, ഈ ഉണർവ്, ഈ ജാഗ്രത, ഇതിനു മുമ്പുള്ളതാണ് സ്വരൂപം, പരമാർത്ഥം. അവിടെ ഇവിടുത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല. അതിൽ നിന്ന് എന്താണോ ഇതെല്ലാം ഉണ്ടായി എന്നാണ്. അപ്പൊ ഈ കാര്യകാരണ നിയമങ്ങൾക്ക് അതീതമായിരിക്കുന്ന, അപ്പുറമായിരിക്കുന്ന സ്വസ്വരൂപത്തിനും എന്തിനു കാര്യകാരണ നിയമങ്ങളെ കാണണം? അതിന്റെ ആവശ്യമില്ല, അസാധ്യവുമല്ല. കാരണം അത് പരമാർത്ഥമാണ്. ഈ കാര്യകാരണങ്ങളെല്ലാം പാരമാർത്ഥികമായ തലത്തിൽ ഉൾപ്പെട്ടാൽ ഇതെല്ലാം അതിന് വേണമെങ്കിൽ വ്യാവഹാരിക തലമെന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ പ്രാതിഭാസിക തലമെന്ന് പറയാം. പരമാർത്ഥം നമുക്കിവിടെ മനസ്സിലാക്കണമെങ്കിൽ, ഈ ജാഗ്രതത്തിൽ, ഈ ഉണർവിലിരുന്നുകൊണ്ട് പരമാർത്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു വഴിയില്ല. മറ്റു വഴികളെല്ലാം കേവലം ഊഹാപോഹം. സ്വാനുഭവത്തിൽ ഒരു വഴിയുള്ളൂ, എന്താണ്? സുഷുപ്തി. അതാണ് പ്രാക് പ്രതിബോധാത് യസ്വരൂപം. അതിനെക്കുറിച്ച് ഇവിടെ ചിന്തിച്ചാലേ ഇത് പിടികിട്ടത്തുള്ളൂ. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? കാരകഭേദാഭാവേവി പ്രവൃത്തി ദർശേവി. അവിടെ ചെയ്യുന്നവനില്ല, ചെയ്യുന്നവന്റെ ഉപകരണങ്ങളില്ല, യാതൊന്നുമില്ല. ഇവിടെ അതില്ലാതെ നടക്കത്തുമില്ല. ഇവിടെ നിമിത്തങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇവിടുത്തെ ഈ കാര്യകാരണ നിയമം ആർക്കും ഉല്ലംഘിക്കാൻ കഴിയാത്തതാണെന്ന് നമ്മളിവിടെ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ കാര്യകാരണ നിയമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. അത് സ്വരൂപമാണ്, പരമാർത്ഥം മാത്രം. അവിടെ രണ്ടാമതൊന്നിനെ സ്വീകരിക്കണ്ട. അവിടെ നിരുപാധികമായ കേവലമായ സ്വഭാവം, സ്വരൂപം മാത്രം. അതുകൊണ്ടാണ് അവിടെ സൃഷ്ടിക്ക് വേണ്ടി ആ സ്വരൂപത്തെ കൂടാതെ വേറൊന്നിനും കൂടെ സ്വീകരിക്കണം എന്ന് ചിലർ പറയുന്നത് അസംബന്ധമാണെന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇവിടെ സൃഷ്ടിക്ക് ഞാൻ മാത്രം വിചാരിച്ചപ്പോൾ എനിക്ക് പലതും വേണം. ഇത് നോക്കി വായിക്കണമെങ്കിൽ എന്റെ മുമ്പ് പുസ്തകം വേണം.
പരാധീനതയാണ് ഇവിടെ. ഏത് സൃഷ്ടിക്ക് ഒരു ജീവനിൽ അനുക്ഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അവന്റെ സൃഷ്ടിയാണ്. ശബ്ദസ്പർശരൂപരസഗന്ധാനുഭവങ്ങൾ തുടങ്ങി ആന്തരികമായ വിചാര വികാരങ്ങൾ ഉൾപ്പെടെ എല്ലാം സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് ബാഹ്യനിമിത്തങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്താണോ അവിടെ നിന്ന് ആണ് ഈ സൃഷ്ടിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവിടെ നിന്ന് ആ സ്വസ്വരൂപം അതിൽ നിന്ന് ഭിന്നമായ എന്തെങ്കിലും കൂടെ വേണം, എന്നാലേ നടക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, അവിടെ ഒരു അവിദ്യ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് അവിദ്യ എന്ന് പറയുന്നത്? അജ്ഞാനമാണ്. അതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സൃഷ്ടി സംഭവിച്ചത്, ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് നമ്മൾ കരുതുന്നു. ആത്മഭിന്നമായൊരു അവിദ്യ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ, കാരകഭേദാഭാവി. അവിടെ ഒരു തരത്തിലുള്ള കാരകങ്ങളും ഒന്നിനെയും ആശ്രയിക്കാതെ തന്നെ അവിടെ നിന്നെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, അനേക നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് കേവലമായ അസത്ത് അതിന് സൃഷ്ടിക്ക് അത് മാത്രം മതി. അത് നാനാരൂപത്തിലാകുന്നത് തന്നെ സൃഷ്ടി. അതവിടെ അതിന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പാരതന്ത്ര്യം വരും. സൃഷ്ടികർത്താവ് അന്യാധീനനാണെന്ന് വരും. അതാണ് ലൂത ദൃഷ്ടാന്തം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ലൂതകീടം മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി സൃഷ്ടിക്കുന്നു. അവിടെ എന്തൊക്കെയാണത് താൻ തന്നെയാണ്. താൻ തന്നെ പലതായി തീരുന്നതാണ് സൃഷ്ടി. അത് സംഭവിക്കുന്നത് നമ്മൾ പറയും ജാഗ്രത. താൻ പലതാകാതിരിക്കുന്നത് സുഷുപ്തി. താൻ പലതാകുന്നത് ജാഗ്രത. അതാണ് ഇവിടെ വിശദമാക്കുന്നത്. അപ്പൊ സൃഷ്ടികർത്താവിന് സൃഷ്ടിക്ക് എന്താണ് ഉപാദാനം, എന്താണ് നിമിത്തം എന്നെല്ലാം ചോദിക്കുന്നിടത്താണ് ഈ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വരുന്ന അജ്ഞാനം അല്ലെങ്കിൽ മായ. അജ്ഞാനമെന്നോ മായമെന്നോ എന്ത് വേണോ പറയും. സൃഷ്ടികർത്താവിനെ സംബന്ധിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും എല്ലായിടത്തും പറയുന്നുണ്ട് ഒരു മായ ആശ്രയിച്ചാണ് സൃഷ്ടിച്ചത്. മമ മായ അതിരത്യ എന്നെല്ലാം പറയുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണ നിയമങ്ങൾക്ക്, നമ്മൾക്ക് അനുഭവപ്പെടുന്ന കാര്യകാരണ നിയമങ്ങൾക്കനുസരിച്ച് ആ സൃഷ്ടിയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി പറയുന്ന ഒരു ഉപായം മാത്രം. അങ്ങനെ പറഞ്ഞ ഉപായ അവതാരായ കാര്യം പറയുമ്പോൾ ആ ശ്രോതാവിന്റെ ബുദ്ധിക്ക് പിടികിട്ടണം. അതിന് ചില യുക്തികളൊക്കെ പറയും. നിഷ്കളം, നിർഗുണം, നിരാകാരം, നിത്യശുദ്ധം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, നേരിട്ട് പറഞ്ഞാൽ ആർക്കെന്ത് മനസ്സിലാവും? ഒന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ട് ബുദ്ധി ആരോഹണത്തിന് വേണ്ടി പറയുന്നു. മായ കൊണ്ട് സൃഷ്ടിച്ചു, അജ്ഞാനം കൊണ്ട് സൃഷ്ടിച്ചു. അതൊന്നും ആ സത്തിൽ നിന്ന് അന്യമായ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിനെ ആശ്രയിച്ച് ആ സത്ത് സൃഷ്ടിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. മറിച്ച് സൃഷ്ടിക്ക് ആ സത്ത് മാത്രം മതി. ആ സത്ത് തന്നെ. അവിടെ കാരകഭേദാഭാവേവി ഇതെല്ലാം അതിൽ തന്നെ സംഭവിക്കുന്നു. പ്രാഗ് പ്രവൃത്തിച്ച സ്വഭാവത ഏകത്വമേവ, അത് വ്യക്തമാകും. പ്രാഗ് പ്രവൃത്തി, ഈ പ്രവൃത്തിക്ക് മുമ്പ് ഈ ജാഗ്രത് പ്രവൃത്തി, ഇതിനു മുമ്പ് എന്താണ്? ഏകത്വമേവ എന്ന് വെച്ചാൽ രണ്ടാമതവിടെ ഇല്ല. അവിടെ ഇന്നതുകൂടി ഉണ്ടായിരുന്നില്ലേ?
ആത്മാവല്ലാതെ അവിടെ ഒരു മായ ഉണ്ടായിരുന്നില്ലേ, അവിടെ ഒരു അജ്ഞാനം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടായിരുന്നില്ലേ? ആ സംസ്കാരമില്ലെങ്കിൽ മുമ്പും പിമ്പുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും? പറയുന്നൊന്നുമില്ല. എന്താണ്? സ്വഭാവതഃ സ്വരൂപമായി ഏകത്വമേവ, ആ ഒന്ന് മാത്രം. ഇതിനും കൂടുതൽ സ്പഷ്ടമാക്കാൻ അത് ശരി, ഈ കാണുന്ന ഈ നാനാത്വം അവിടെയില്ല. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു സംസ്കാരം അവിടെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എങ്ങനെ ഇതുപോലെ? അപ്പൊ സംസ്കാരം ഉണ്ടെങ്കിൽ ഏകത്വമല്ല. ഈ പറയുന്ന സ്വഭാവം, ആ സ്വരൂപവും പിന്നെ ഇതിന്റെ ഒരു സംസ്കാരവും രണ്ടുപേരും ഇല്ല. അതുകൊണ്ട് പറയുന്ന ഏകത്വമേവ. അത് നമ്മളത് എന്തുകൊണ്ട് സ്വീകരിക്കേണ്ടി വരുന്നു? സംസ്കാരത്തെ സുഹൃത്തി സ്വീകരിക്കുന്ന എന്തുകൊണ്ടാണ്? ഇതിനൊരു യുക്തിയുണ്ട്. ഇതെല്ലാം നമ്മുടെ യുക്തി അനുസരിച്ചാണ്. ഇപ്പോ ഇത് കേൾക്കുന്നു, കുറച്ചു കഴിഞ്ഞ് കേട്ട കാര്യങ്ങൾ നമുക്ക് സ്മരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംസ്കാരം വേണം. ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ പതിഞ്ഞ് അവിടെ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കി ആ സംസ്കാരത്തിന്റെ സഹായത്തോടുകൂടി വീണ്ടും ഇത് ഓർത്തെടുക്കുന്നു. ഇതാണ് പറയുന്നത് സൃഷ്ടിക്ക് അകത്തുള്ള യുക്തികൾ. അങ്ങനെ ഇത് സാധ്യമാകും. ഈ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ ഉള്ളിൽ പതിഞ്ഞില്ലെങ്കിൽ അയാൾക്കത് ഓർക്കാൻ കഴിയില്ല. ഉള്ളിൽ പതിഞ്ഞ് ദീർഘകാലം ഓർക്കാതിരുന്നാലും വീണ്ടും ഓർക്കാൻ കഴിയുന്നു. കേട്ടത് ഇവിടെ തീർന്നു, കാലം കഴിഞ്ഞിട്ട് ഓർക്കുന്നു. ഇതിനിടയ്ക്ക് എന്താ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചത്? ഇന്നത്തെ അനുഭവവും നാളത്തെ സ്മൃതിയും കൂട്ടിയോജിപ്പിക്കുന്ന എന്താണ്? അതാണ് സംസ്കാരം. ഇവിടെ ഒരു സംസ്കാരത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഈ യുക്തി തന്നെ തീരുമാനിക്കുന്ന എന്താണോ? മുമ്പൊരു ജാഗ്രത, പിന്നെ ഇവിടെ ഒരു ജാഗ്രത. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ പറയുന്ന കാരകഭേദങ്ങളൊന്നുമില്ലാത്ത സ്വാഭാവികമായ സ്വരൂപം അതായിരുന്നെങ്കിലും ഈ അനുഭവത്തിനകത്ത്, ജാഗ്രത അനുഭവത്തിന് നമ്മൾ സംസ്കാരത്തെ അംഗീകരിക്കുന്നത് പോലെ സ്മൃതിക്ക് വേണ്ടി വീണ്ടും ഇതെല്ലാം സ്മരിക്കുന്നതിനും വീണ്ടും ഈ ജാഗ്രത മുൻ ജാഗ്രതയെ പോലെ അനുഭവിക്കുന്നതിനും ഇടയ്ക്കൊരു സംസ്കാരം സ്വീകരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. എന്തുകൊണ്ട് ഇത് ശരിയാകുന്നില്ല? കാരണം ഇതെല്ലാം സ്വാഭാവികമായൊരു തലം, മനോബുദ്ധിയാദി ഉപാധികളെ ആശ്രയിച്ച് കാര്യകാരണ ബന്ധം നിലനിൽക്കുന്ന ഒരു തലം. ഇവിടുത്തെ നിയമങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിരുപാധികമായ തലത്തിലും ആരോപിക്കുന്നു. ഇതുപോലെ ആയിരിക്കണം അവിടെയും. അത് ശരിയില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ ഈ നിയമങ്ങളൊന്നും അവിടെ നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? യഥോ വാചവും നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ. വാക്കും മനസ്സുമെല്ലാം നിവർത്തിക്കുന്ന കേവല സ്വഭാവമാണ്. അവിടെ ഈ നിയമങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കൽപ്പിക്കാം. ഈ നിയമങ്ങളുണ്ടെന്ന് കൽപ്പിക്കുന്നത് പോലെ ഈ നിയമങ്ങളില്ല എന്ന് കൽപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിലേതാണ് പരമാർത്ഥം എന്ന് തീരുമാനിച്ചാൽ മതി. ഈ വ്യാവഹാരിക ലോകത്തിലെ നിയമങ്ങൾ ആ പാരമാർത്ഥികത്തിൽ, അദ്വൈതമായ ഏകത്വത്തിൽ നിലനിൽക്കത്തില്ല. മനസ്സുപോലും നിലനിൽക്കാത്തിടത്ത് എങ്ങനെയാ നിങ്ങൾ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്ന നിയമങ്ങൾ നിലനിൽക്കുന്നു? പിന്നെന്താണ്? അത് സുസ്വരൂപം. എന്തുകൊണ്ട്? അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. താൻ അതായിരുന്നു, ഇപ്പോൾ ഇതായിരിക്കുന്നു എന്ന അനുഭവമുണ്ട്. അവിടെ എന്താണ്? സ്വരൂപം. തസ്മാ, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇവിടെ ഇനിയൊരു തെറ്റിദ്ധാരണ വരാതിരിക്കില്ല. ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നൊരു വിഡിതം പറയാതിരിക്കാൻ വേണ്ടി അടുത്ത് അതിനെക്കുറിച്ചൊരു ദീർഘമായ ചർച്ചയാണ്. എന്താ നിനക്കിതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും?
നീ കാണുന്നതും അറിയുന്നതുകൊണ്ടാണോ ഇതൊക്കെ നിലനിൽക്കുന്നത്? അതോ ഇവിടെ പറയുന്ന തുര്യന്റെ സൃഷ്ടിയാണ്? അതടുത്ത ചർച്ചയിൽ തീരുമാനിക്കും. ഇവിടെ പറയുന്ന എന്താണ്? ഏവമേവ അസ്മാദാത്മനഃ, ആ സ്വരൂപത്തിൽ നിന്നും, അസ്മദാത്മന, ഈ ആത്മശബ്ദം, ആത്മശബ്ദത്തിന് ഞാനെന്നുള്ള അർത്ഥമേ ഉള്ളൂ സാധാരണ. ഇത് ഈ സൃഷ്ടി ഈ അല്പജ്ഞന്റേതാണ്, ഈ സംസാരിയുടേതാണ്, ഈ സംസാര അന്തർഗതമായിരിക്കുന്ന ഈ സംസാരിയുടേതാണ് ഈ സൃഷ്ടി എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനുവേണ്ടി ഭാഷകാരൻ അതിന് ചർച്ച ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നിൽ നിന്ന്, ആത്മനഃ, തന്നിൽ നിന്ന്, തന്റെ ആ പാരമാർത്ഥിക സ്വരൂപത്തിൽ നിന്ന്, ഞാനെന്ന് ഞാൻ സ്വയം അറിയുന്ന എന്നിൽ നിന്നല്ല, ആ പാരമാർത്ഥിക സ്വരൂപത്തിൽ നിന്ന് സർവേ പ്രാണ, സർവപ്രാണന്മാരും, സർവേ ലോക, സർവലോകങ്ങളും, തസ്മാ സർവേ പ്രാണ വാഗാദേഹ, സർവേ ലോകാ ഭൂരാദേഹ, സർവ ലോകങ്ങളും, സർവാണി കർമ്മഫലാനി, സർവകർമ്മഫലരൂപത്തിലാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത്, ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോ ബാലിശമായി വീണ്ടും ചോദ്യം എന്താ? എന്റെ സുഷുപ്തി, എന്റെ അവസ്ഥയിൽ നിന്നാണ് ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. കർമ്മഫലങ്ങളെല്ലാം ഭൂരാദി ഭൂർഭുവസ്വ, 14 ലോകങ്ങളെല്ലാം എന്താ? എന്റെ സുഷുപ്തിയിൽ നിന്നാണ് ഉണ്ടായത്. അതാണ് പറയുന്നത്. അത് സ്വരൂപം, അത് എന്റേതല്ല. അതെന്താണ്? സർവാധാരമാണ്. അതിനെ എന്റേതെന്നെങ്ങനെ വിളിക്കാൻ പറ്റും? അതിൽ നിന്നുണ്ടായ വെറും ഒരു സ്ഫുരണമാണ് താൻ. അതിവിശാലമായ സമുദ്രത്തിൽ നിന്ന് ഉണ്ടായ ചെറിയൊരു നീർക്കുമുളയ്ക്ക് ഈ സമുദ്രം എന്റേതാണെന്ന് പറയാൻ പറ്റും. പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത്? ഈ സമുദ്രത്തെ കുറിച്ച് അതിനെന്താ ബോധമുള്ളത്? അപ്പൊ എന്റെ സുഷുപ്തി എന്ന് പറയും സർവാധാരമായിരിക്കുന്ന ആ സത്ത്, അതിൽ നിന്ന് ഉണ്ടായ ചെറിയൊരു കുമിളയാണ് താൻ. അതുപോലെ അനന്തമായ നീർക്കുമിളകളാണ് അനന്തമായ ജീവന്മാര്. ഇവിടെ ആർക്കും എന്റേതായ ഒന്നൊന്നില്ല, മറിച്ച് സർവാധാരമായ ഒന്നേ ഉള്ളൂ. അല്ല, മറിച്ച് നമ്മളിത് കേട്ടിട്ട് സുഷുപ്തിയിൽ നിന്ന് ലോകമുണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമായി. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എത്രയോ തവണ പറഞ്ഞത്. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഞാൻ എന്റേതെന്നുള്ളത്. ശ്രുതി പറയുന്നു. സൃഷ്ടി എന്ന് പറയുന്നതോ സ്വം അപീതോ ഭവതി, സ്വം അപിഗതോ ഭവതി, സംപ്രസാദ ഭൂമ. അവിടെ പിന്നെ ഞാൻ എന്റേതെന്നൊന്നില്ല. അവിടെ അത് സംവിത് സമുദ്രം, അവിടെ സ്വസ്വരൂപമാണ്. അവിടെ നിന്നാണ് ഈ ഭൂരാദേഹ സർവാണി കർമ്മഫലാനി, അവിടെ നിന്നാണ് ഈ താൻ പ്രകടമാകുന്നത്. അവിടെയാണ് ഈ ഭൂരാദി 14 ലോകങ്ങളും പ്രകടമായിരിക്കുന്നത്. അങ്ങനെ പ്രകടമായിരിക്കുന്ന ആ ലോകത്തെ ഈ നീർക്കുമിള പോലെയുള്ള ഈ ഞാൻ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. സർവേ ദേവാഹ പ്രാണലോകാധിഷ്ഠാതാരോ അഗ്നിയാദേഹ, ഇന്ദ്രൻ ചന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ, അഗ്നിയാദി ദേവന്മാര്
മാത്രമല്ല സർവാണി ഭൂതാനി ബ്രഹ്മാദി സ്തംഭപര്യന്താനി, ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം പുൽക്കൊടി വരെയുള്ള പ്രാണിജാതാനി അനന്തജീവന്മാര്, പ്രാണി സമൂഹം, ഇതെല്ലാം ആ സംയുക്ത സമുദ്രത്തിൽ നിന്നും പ്രകടമായതാണ്. ഏത് ആത്മാന സർവേതാത്മാന ഇത്യസ്മിൻ പടി ഉപാധി സർമ്പക്ക ജനത പ്രബുദ്ധ്യമാന വിശേഷാത്മാന ഇത്യർത്ഥം. ഈ സർവ ആത്മാക്കളും അങ്ങനെയും പാഠമുണ്ട്. സർവേ ദേവ സർവേ ഏത് ആത്മാന, ഈ ആത്മാക്കളെല്ലാം, പല ആത്മാക്കളുണ്ടോ? എല്ലാ ആത്മാക്കളും ഒരാത്മാവിൽ നിന്നുണ്ടായെന്ന് പറയാൻ അങ്ങനെ ഒരു പാഠമുണ്ട്. അതനുസരിച്ച് ഉപാധി സമ്പർക്ക ജനിത പ്രബുദ്ധ്യമാന വിശേഷാത്മാന, ഉപാധി അന്ധകരണം ഇന്ദ്രിയങ്ങൾ എല്ലാം ഉപാധി തന്നെ. ഈ ജീവന് ഈ ലോകത്തിങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതന്നെ. ഈ ലോകം മുഴുവൻ ഉപാധിയാണ്. ശരീരവും മനസ്സും മാത്രമല്ല, ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ, ബാഹ്യവിഷയങ്ങളെല്ലാം ഉപാധി. ഉപാധി സമ്പർക്കം അതിന്റെ ബന്ധം കൊണ്ടുണ്ടാകുന്നു. പ്രബുദ്ധ്യമാന വിശേഷാത്മാന, അവിടെ ഓരോരുത്തരും അനുഭവിക്കുന്നു അഹമഹം, ഞാൻ ഞാൻ, അതാണ് പ്രബുദ്ധിമാൻ. അവിടെ ഞാനെന്ന് അനുഭവിക്കുമ്പോൾ തന്റെ വാസ്തവ സ്വരൂപത്തെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. വാസ്തവ സ്വരൂപത്തിന്റെ അനുഭവമില്ല. താൻ സമ്പ്രസാദനായിരുന്നു, താൻ ഭൂമാവായിരുന്നു, അതാണ് ഇപ്പോഴും. അവിടെ നിന്നാണ് ഈ ദ്വൈതാനുഭവത്തിൽ വാസ്തവത്തിൽ ജന്മം എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ലാതെ മനുഷ്യന് വേറൊരു ജന്മമില്ല. വേറൊരു ജന്മത്തെ തീരുമാനിക്കാനൊക്കത്തില്ല. മനുഷ്യന് ജന്മമായിട്ടതേ സ്വീകരിക്കാൻ പറ്റും. അല്ല ഇന്ന ആണ്ട്, ഇന്ന ദിവസം, ഇന്ന മണിക്കൂർ, ഇന്ന മിനിറ്റ്, വേണമെങ്കിൽ ഇന്ന നാളിൽ ആണ് ജനിച്ചത്. ശരി, അന്നാരാ ജനിച്ചത്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയും? അന്നാരാ ജനിച്ചത്? ജനനം എന്ന് വെച്ചാൽ ആരംഭം, ഉത്പത്തി, അതാണ് ജനനം എന്ന് പറയുന്നത്. അപ്പൊ അന്നാരാ ജനിച്ചത്? ജനിച്ച ആർക്കും അതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഇന്നുവരാരും ഉത്തരം പറഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ട്? പരമാവധി പറയുന്നത് ഞാൻ ജനിച്ചെന്നാണ്. നീ എന്ത് ഈ ശരീരം? ഈ ശരീരം അന്നാണോ ജനിച്ചത്? നേഴ്സ് പറഞ്ഞ ദിവസമാണോ ജനിച്ചത്? അല്ല, കാരണം ശരീരം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ മനസ്സുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നാണോ ജനിച്ചത്? അന്നാണ് തീരുമാനിക്കുമ്പോൾ അതിന്റെ പിന്നിലേക്ക് പോയാൽ തന്റെ ഉത്പത്തി എവിടെ? അതിനു മുമ്പിൽ ബീജരൂപത്തിൽ നിർണയിക്കാൻ കഴിയത്തില്ല. അതെവിടെ നിന്ന് തുടങ്ങി? ഈ ഛാന്തോക്യത്തിൽ ചർച്ച ചെയ്തില്ല. ആ ജീവന്റെ ഗതി, അന്നാദികളുടെ പ്രവേശം, അതിൽ പിന്നെ ഒരു അനുപ്രവേശം, അങ്ങനെ ഇഹലോക പരലോക ഗമനം, ഇവ തുടക്കം. അപ്പൊ അങ്ങനെ ഒരു ജനനം പറയാൻ പറ്റത്തില്ല. അത് നമ്മളങ്ങനെ ചിന്തിച്ച് സമാധാനിക്കുന്നതാണ്. ഇന്ന ദിവസം ജനിച്ചു, അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരാളിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ അത് ആരംഭമല്ല.
അതുകൊണ്ട് പറയുന്നു ഇത് അനാദിയാണ്. ജീവൻ മാത്രമല്ല, ഈ ശരീരം ഉൾപ്പെടെ. ഈ ശരീരം സ്ഥൂലഭാവത്തിലായി, ഗർഭത്തിലത് സ്ഥൂല രൂപത്തിലിരുന്നു. പക്ഷെ അതിനു മുമ്പ് അത് സൂക്ഷ്മരൂപത്തിലിരുന്നു. അവിടെ ഈ ശരീരമുണ്ട്. അങ്ങനെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ അത് അതിനു മുമ്പ് സൂക്ഷ്മരൂപത്തിലിരുന്നു. പിന്നെ പൂർവജന്മം, വർത്തമാന ജന്മം, മരണം, ജന്മം ഇതെല്ലാം അംഗീകരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് അനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ താൻ ഇന്ന് ജനിച്ചു എന്നാർക്കും പറയാൻ വയ്യ, അത് അനാദിയാണ്. ഇതുപോലെ തന്നെ മരണം, ഇത് അവസാനിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു ഉറപ്പും ആരുടെ കയ്യിലുമില്ല. പരമാവധി പറയുന്നുള്ള എന്താണോ, പിന്നീടൊന്നും അറിയുന്നില്ല. ദീർഘനിദ്ര പോലെ എന്നേ പറയാൻ പറ്റും. എല്ലാം തീർന്നൊന്നും പറയാൻ പറ്റുന്നില്ല ആർക്കും. അതുകൊണ്ടാണ് ആർക്കും പറയാൻ കഴിയാത്ത ഞാൻ എന്നാണ് മരിച്ചതെന്ന്. അതാർക്കും പറയാൻ കഴിയില്ല. മരണ മുഹൂർത്തം ആർക്കും വ്യക്തമല്ല. സുഷുപ്തി പോലെ ആ സുഷുപ്തിയുടെ മുഹൂർത്തം ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാവരും ഉറങ്ങുന്നുണ്ട്. എപ്പോ അത് സംഭവിച്ച ഉത്തരവില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ജനനം മരണമെന്ന് പറയുന്നത് ജാഗ്രത സുഷുപ്തിയാണ്. ഇത് നമുക്ക് പറയാം എന്താണ് ഇതിനു മുമ്പ് ഏകവും അദ്വയവും ഇവിടെ പറയുന്ന തരത്തിൽ സ്വരൂപവും മാത്രമായിരുന്നു. പ്രാക് പ്രബോധ, അതുവരെ താൻ ഉണ്ടായിരുന്നില്ല. അത് പറയാം. അവിടെ താൻ ഉണ്ടായിരുന്നില്ലല്ലോ. മനസ്സും വാക്കും എത്താത്തിടത്ത് പിന്നെ താനെന്ന് എന്നുവെച്ചാൽ ഈ ഞാൻ, ഈ ജീവൻ ഈ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള എന്റെ ജന്മം ആരംഭിക്കുന്ന ഈ ജാഗ്രതയിലാണ്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നു. ഇത് അവസാനിക്കുന്നപ്പോൾ വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് പോകും. മരണം. അപ്പൊ ജനനം, മരണം, പുനരപി ജനം, പുനരപി മരണം എന്ന് പറയുന്നത് ഈ ജാഗ്രത സുഷുപ്തികളാണ്. ഇവിടെ ഇത് വ്യക്തമാണ്. ഇവിടെ തീർത്തും പറയാം ഇതുവരെ താൻ ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ഈ രൂപത്തിൽ. ഇവിടെ ഇപ്പോൾ ഉണ്ടായതാണ് പ്രാക് പ്രതിബോധ. ഈ രൂപത്തിൽ ഇരിക്കുന്ന തന്റെ മരണമാണ് അവിടെ സംഭവിച്ചത്. ഇനി സംഭവിക്കാൻ പോകുന്നു ആ മരണം തന്നെ. ആ മരണത്തിൽ നിന്ന് വീണ്ടും ഉയർത്തി എഴുന്നേൽക്കുന്നു. അത് ജനനം. അത് കൃത്യമായി പറയാൻ പറ്റും. ഇതല്ലാതെ ഒരു ജനനത്തെക്കുറിച്ച് ആധ്യാത്മികമായോ ഭൗതികമായോ ആർക്കും ഒരു സമാധാനമില്ല. നിശ്ചിതമായി പൂർവ്വജന്മങ്ങളുണ്ടെന്ന് പറയുന്നു. ഇനി മരണശേഷം ജന്മമുണ്ടെന്ന് പറയുന്നു. ഇതിനൊന്നും അസന്നിഗ്ധമായ ഒരു പ്രമാണവുമില്ല. വ്യക്തമായ ഒരു തെളിവുകളും ആരുടെ കയ്യിലുമില്ല. സർവ്വസാധാരണമായ നിയമങ്ങളില്ല ഇതിനൊന്നും. ഊഹാപോഹങ്ങൾ. എവിടെയെങ്കിലും അല്പമായ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങളെ വെച്ച് ഊഹിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. അതിനെ സംബന്ധിച്ചൊന്നും നിശ്ചിതമായൊരു അറിവില്ല. ആരും അറിയുന്നില്ല ഈ മരണശേഷം, ശരീരനാശം ശേഷം എന്ത് സംഭവിക്കുന്നു, ഈ ജനനത്തിന് മുമ്പ് താൻ എന്തായിരുന്നു. സർവ്വസാധാരണമായ അറിവല്ല. പക്ഷെ ഇത് സർവ്വസാധാരണമായ അറിവിനെ മാത്രമേ നമുക്കൊരു നിയമമായി സ്വീകരിക്കാൻ പറ്റൂ. അതിന് മാത്രമേ നമ്മൾ ഈ വ്യവഹാര ലോകത്തിൽ യാഥാർത്ഥ്യമായി സ്വീകരിക്കത്തുള്ളൂ. അല്ലാത്തതിനെങ്ങനെ സ്വീകരിക്കും? അപ്പോൾ വ്യാവഹാരിക ലോകത്തിലെ യാഥാർത്ഥ്യമാണ് ഞാൻ, ഈ ജാഗ്രതയിൽ ഞാൻ പ്രകടമായത്, ഈ ജാഗ്രതയിൽ നിന്ന് താൻ അപ്രത്യക്ഷമാകുന്നത്. ഇതാണ് വാസ്തവത്തിലുള്ള ജനന മരണങ്ങൾ.
ഇതാണ് വാസ്തവത്തിലുള്ള ജനന മരണങ്ങളെങ്കിൽ ഇതാണ് വാസ്തവത്തിലുള്ള സൃഷ്ടിയും പ്രളയവും. ഈ സൃഷ്ടിപ്രളയങ്ങൾക്ക് ആ സത്തല്ലാതെ മറ്റൊരു കാരണവും ആവശ്യമില്ല. സത്ത് തന്നെ. എന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നത്? ഇവിടെ ഞാനൊരു പാത്രത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ, പാത്രം വേറെ. അതുകൊണ്ട് എനിക്ക് ആ പാത്രം ഉണ്ടാക്കുന്നതിന് എന്നിൽ നിന്ന് അന്യമായ മണ്ണിനെയും മറ്റും ആശ്രയിക്കേണ്ടി വരുന്നു. അത് ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സൃഷ്ടിച്ചതിന് ശേഷവും ഞാനും അതും തമ്മിലുള്ള ഭേദം, അന്യത്വം ഇവിടെ സ്പഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ സൃഷ്ടിക്കണമെങ്കിൽ അന്യമായ വസ്തുക്കളെല്ലാം ആശ്രയിക്കും. പക്ഷെ ആ സത്ത് തന്നെയാണ് സൃഷ്ടിയായി മാറിയിരിക്കുന്നത്. എനിക്കിവിടെ ഇതിനെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നത് പോലെ ആ സത്തിന് സൃഷ്ടിക്ക് വേണ്ടി അന്യമായ ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സൃഷ്ടി അതിന് അന്യഥാത്വത്തെ ഉണ്ടാക്കി, സൃഷ്ടി അതിൽ ഭേദത്തെ ഉണ്ടാക്കി. അതുതന്നെ സ്വയവും സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടാവും എല്ലാമായിരിക്കുന്നു. അതിന് സൃഷ്ടിക്കൊരു ഉപാദാനം, താനല്ലാതെ ഒരു ഉപാദാനം ആവശ്യമില്ല. അതിന് സൃഷ്ടിക്കാനും സൃഷ്ടിക്കാതിരിക്കാനും കഴിയും. സൃഷ്ടിക്കാതിരുന്നാൽ അത് പറയും സ്വരൂപം, സൃഷ്ടിച്ചാൽ പറയും അത് ജഗത് രൂപം. ആ സ്വരൂപം അതാണ് പ്രാക് പ്രതിബോധാത് യത് സ്വരൂപം. അതങ്ങനെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒറ്റ ശ്വാസത്തിൽ പറയരുത് എന്റെ സുഷുപ്തിയിൽ നിന്നാണ് ഈ ലോകമെല്ലാം ഉണ്ടായത്. അങ്ങനെ പറഞ്ഞാൽ അത് അസംബന്ധമായി. തത്വത്തെ ഗ്രഹിച്ചിട്ട് പറയണം. അതാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അസ്മാത് തസ്മാത്, അതിൽ നിന്നാണ് സർവാണി ഭൂതാനി, ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വഴിയുള്ള സർവവും അതിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടെല്ലാം അത് തന്നെയാണ്. അതിനാണ് മൃദ്ഘട ദൃഷ്ടാന്തം, ലോഹദൃഷ്ടാന്തം, സുവർണ ആഭരണ ദൃഷ്ടാന്തം എല്ലാം മുമ്പ് ചർച്ച ചെയ്തത്. ബ്രഹ്മാദിസ്തംഭപര്യന്താനി പ്രാണിജാതാനി ഇത്യസ്മിൻ പാടെ ഉപാധി സമ്പർക്കജനിത ആ സൃഷ്ടിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഉപാധി സമ്പർക്കം കൊണ്ടുണ്ടായ പ്രബുദ്ധ്യമാന വിശേഷാത്മാന, ഓരോ ജീവന്മാരെ കുറിച്ച് പറയണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവന്മാര് അതിൽ നിന്ന് പ്രകടമായതാണ്. ഏതിൽ നിന്ന്? ആ പ്രാക് പ്രതിബോധ, ആ പ്രതിബോധത്തിന് മുമ്പ് ഏതൊരു സ്വരൂപമാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പ്രകടമായതാണ് ഓരോ ജീവാത്മാക്കളും. ഇത്യർത്ഥം വിച്ചരന്തി, വിച്ചരന്തി എന്ന് പറയുന്നതിന്റെ സൃഷ്ടി എന്ന് പറയുന്നതിന് പ്രകടമായി എന്നുള്ള അർത്ഥത്തിൽ ആ തത്വത്തിൽ ഇതെല്ലാം പ്രകടമായിരിക്കുന്നു ഓരോ ജീവന്മാരും. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം, മനുഷ്യൻ അന്വേഷിച്ചു നടക്കുന്ന രഹസ്യം. സൃഷ്ടിയുടെ രഹസ്യം ഇനിയും കണ്ടുപിടിക്കേണ്ടതാണ്, കണ്ടുപിടിക്കും. അതിനുവേണ്ടി ഇനിയും അന്വേഷണം ആവശ്യമാണെന്ന് ഈ ജീവന്മാരെല്ലാം കരുതുന്ന ആ സൃഷ്ടിയുടെ രഹസ്യം അതാണ് ഇവിടെ പറയുന്നത്. അത് ഈ രഹസ്യം, ഇതാണ് രഹസ്യമെങ്കിൽ ഇത് ലളിതമാണല്ലോ. എന്തുകൊണ്ട് ഈ രഹസ്യത്തെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല? ഇനി എന്താ അന്വേഷിക്കാൻ നടക്കുന്നു? ഈ രഹസ്യം ആത്മനിഷ്ഠമായി ഗ്രഹിക്കേണ്ട ഒന്നാണ്. എല്ലാവരും സൃഷ്ടിയുടെ രഹസ്യത്തെ പഠിക്കാൻ നടക്കുന്നു. സൃഷ്ടിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഒരു ഭൗതികമായ പഠനം അതിലൂടെ വെളിപ്പെടുന്നതല്ല, അതൊരു തത്വശാസ്ത്രവുമല്ല.
തത്വശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഗ്രഹിക്കേണ്ട ഒന്നുമില്ല. അങ്ങനെ പറയുകയല്ല, അതൊരു സിദ്ധാന്തമല്ല. നമ്മൾ സാധാരണ പറയും സിദ്ധാന്തം, അതല്ല. സിദ്ധാന്തമായി തെറ്റിദ്ധരിക്കരുത്. സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ബുദ്ധിയുടെ ഒരു കണ്ടെത്തലാണ്, ഒരു നിശ്ചയമാണ് ബുദ്ധിയുടെ. എല്ലാ സിദ്ധാന്തങ്ങളും ഓരോ സിദ്ധാന്തം ഉണ്ടാക്കുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചറിയുന്ന കാര്യങ്ങളാണ്. യുക്തിയും മറ്റും ഉപയോഗിച്ച് പഠിച്ചറിയുന്ന കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ പഠിച്ചറിയുന്നതിന് മനസ്സിന് ശേഷിയുണ്ടായാൽ മതി, ബുദ്ധിക്ക് സൂക്ഷ്മതയുണ്ടായാൽ മതി. ഏത് വിഷയത്തെ അറിച്ചറിയും. അത് ഫിലോസഫി ആയാലും ശരി, തത്വശാസ്ത്രമായാലും ശരി, ഭൗതികശാസ്ത്രമായാലും ശരി, അവിടെയൊന്നും ഈ തത്വം വെളിപ്പെടത്തില്ല. അത് പഠനം തുറന്നുകൊണ്ടേയിരിക്കും. ഒന്നും മനസ്സിലാകും, പിന്നെ കുറച്ചു കഴിഞ്ഞ് മനസ്സിലാകും, മനസ്സിലാക്കിയ അബദ്ധമാണ്, ഇനി ഇതിനും അപ്പുറം പോകണം. അവിടെ അറിവിന് അനന്തതയാണ്, അത് ഒരിടത്തും എത്തിക്കത്തില്ല. സൃഷ്ടിയുടെ രഹസ്യത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം ഈ യോഗ്യതകളെല്ലാം ഉണ്ട്. അവരുടെ ബുദ്ധിക്ക് സൂക്ഷ്മതയുണ്ട്, അവർക്ക് വിശകലന സാമർഥ്യമുണ്ട്, ധാരണാശേഷിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ പറയുന്ന സൃഷ്ടിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഒരുവന്റെ അന്തർമുഖതയിൽ വെളിപ്പെടുന്ന കാര്യമാണ്. അന്തർമുഖതയിൽ വെളിപ്പെടുന്നതാണ്. അത് സ്വയം പ്രകാശത്തിന്റെ പ്രകാശം എന്ന് പറയും. അതാണ് അതിന് ആ ശബ്ദം തന്നെ ഉപയോഗിക്കുന്ന ആത്മാനഹ സ്വസ്വരൂപം. ഇവിടെ പറയുന്നു യസ്വരൂപം. അന്തർമുഖതയിൽ വെളിപ്പെടുന്ന സൃഷ്ടിയുടെ രഹസ്യം അത് ബാഹ്യമായ അന്വേഷണത്തിലൂടെയോ കണ്ടെത്തലിലൂടെയോ പഠനത്തിലൂടെയോ വെളിപ്പെടുന്ന ഒന്നല്ല. അതിനാണെങ്കിൽ നമുക്ക് പറയാം എന്താണത്? വൈയക്തികമായ അനുഭവമാണ്, ആത്മനിഷ്ഠമായ അനുഭവമാണ്. ശരി, അത് എങ്ങനെ നമുക്ക് പാരമാർത്ഥികമായി സ്വീകരിക്കാൻ പറ്റും? ഒരുപാട് സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, ഒരുപാട് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നു, കണ്ടെത്തലുകൾ നടക്കുന്നു. നിങ്ങളീ പറയുന്ന ആത്മബോധം അതാണ് സൃഷ്ടിയുടെ രഹസ്യം എന്നെങ്ങനെ പറയാൻ പറ്റും? എന്നൊരാൾ ചോദിക്കുകയാണ്. ഇതിലേതാ പരമാർത്ഥം? ബാഹ്യമായി പഠിച്ചറിയുന്നതോ അന്വേഷിച്ചറിയുന്നതോ, അതോ നിങ്ങളീ പറയുന്ന ആത്മബോധമാണോ? രണ്ടു കൂട്ടരെയും മാറ്റി നിർത്തി ചോദിക്കുകയാണ്. മൂന്നാമതൊരു അതിന് ആത്മബോധയ്ക്ക് ആ കാര്യത്തിൽ സംശയമില്ല. ആ ബോധമില്ലാത്തവനാണ് സംശയം. ഈ സൃഷ്ടിയുടെ രഹസ്യം പരമാർത്ഥമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ചുള്ള ബോധത്തിൽ ആ ബോധമുള്ളവന് ഈ പറയുന്ന ചോദ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അവിടെ അവസാനിച്ചിരിക്കുന്നു. അജ്ഞാന സംശയ വിപര്യങ്ങൾ അവിടെ ഇല്ല. അക്കാര്യത്തിൽ ആ ബോധമുള്ളവൻ നിശ്ചിന്തനാണ്. അപ്പം മറ്റാർക്കെങ്കിലും ഇതിന് സംശയമുണ്ടെങ്കിൽ, മൂന്നാമന് സംശയമുണ്ടെങ്കിൽ അതിന് അയാളെന്ത് കഴിച്ചു? അവിടെ ആത്മബോധമുള്ളവന്, അന്തർമുഖമായി ഈ സൃഷ്ടിയുടെ രഹസ്യത്തെ ഗ്രഹിച്ചവന്, അവിടെ അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയാദികൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് മറ്റുള്ള അറിവുകളും ആത്മബോധവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിതിനെ പഠിച്ചറിയാൻ ശ്രമിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഓരോ നിഗമനങ്ങൾ എത്തിച്ചേരാം. ഇന്നതായിരിക്കും. പക്ഷെ അവിടെ
അജ്ഞാന സംശയങ്ങളെ ആ നിഗമനങ്ങൾ ഒരിക്കലും ദൂരീകരിക്കത്തില്ല. ഭൗതികമായി കണ്ടെത്തിയാലും ശരി, ഒരാൾ ഒന്ന് കണ്ടെത്തുമ്പോൾ വേറൊരാളുടെ ബുദ്ധി പറയും അല്ല, അതിനും അപ്പുറം പോകണം. അത് തൽക്കാലത്തെ ശരിയാണ്, ആത്യന്തികമായ ശരി അല്ല. ആത്യന്തികമായ ശരിയൊന്നും അവിടെ ഇല്ല. കാരണം ബുദ്ധി മാറിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ച രഹസ്യത്തെ അന്വേഷിക്കുന്നവർക്കറിയാം, നമുക്കൊരിക്കലും ആത്യന്തിക രഹസ്യത്തെ കണ്ടെത്താൻ പറ്റും. താത്കാലിക രഹസ്യങ്ങളെ കണ്ടെത്താൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അഖമുഖമായ അറിവിന്റെ പ്രത്യേകത എന്താണ്? അത് ഇതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കും. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇതിൽ സംശയമില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംശയത്തിന് അവിടെ എന്താ പ്രസക്തി? അതുകൊണ്ടിത് നിശ്ചിതമായ അറിവാണ്. അതാണ് ശ്രവണം, മനനം, നിധിധ്യാസനം, അവിടെ എത്തിച്ചേരുന്ന അറിവാണ്. അപരായത്ത ബോധമാണ്. മറ്റൊന്നിനും അധീനമല്ലാത്ത ബോധം, സംശയാദികൾക്ക് അധീനമല്ലാത്ത ബോധം. അതുകൊണ്ടിവിടെ തർപ്പിച്ചു പറയുന്നുണ്ട് അസ്മാത് ആത്മാനഃ, ഈ ആ സ്വസ്വരൂപത്തിൽ നിന്ന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടി സംഭവിക്കുന്നു എന്നർത്ഥം. യസ്മാത് ആത്മന സ്ഥാവര ജംഗമ ജഗതിദം അഗ്നി വിസ്ഫുലിംഗവത് വിച്ചരതി അനിശം യസ്മിന്നേവ ച പ്രലീയതേ ജലബുദ്ഭുതവത് യഥാത്മകം ച വർത്തതേ സ്ഥിതി കാലേ. അതിനെ തന്നെ സ്വാനുഭവത്തിനനുസരിച്ച് വിശദീകരിക്കുന്നു. യസ്മാദാത്മന, ഈ സ്വരൂപത്തിൽ നിന്ന് മുമ്പ് പറഞ്ഞ പ്രാക് പ്രതിബോധാദ്യ സ്വരൂപം, അത് വിട്ടുകളയരുത്. മുമ്പ് പറഞ്ഞതിനെ ഉപേക്ഷിച്ചു കളയരുത്. സ്ഥാവര ജംഗമം, ഈ കാണുന്ന സ്ഥാവരവും ജംഗമവുമായ ഓരോന്നെണ്ണി പറയാൻ പറ്റത്തില്ലല്ലോ. ഈ സൂര്യനാണ്, ചന്ദ്രനാണ്, നക്ഷത്രമാണ്, അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഭൂമിയാണ്. ഇതം ജഗത് അഗ്നി വിസ്ഫുലിംഗവത് വിച്ചരത്തി, അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ എന്നതുപോലെ ആ പ്രാക് പ്രബോധ സ്വരൂപത്തിൽ നിന്നും, പ്രാക് പ്രബോധ സ്വരൂപം, ആ സ്വരൂപത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്ഫുരണങ്ങൾ, അതാണല്ലോ അനുഭവം എന്ന് പറയുന്നത്. സ്ഫുരണം എന്ന് വെച്ചാൽ ഇവിടെ അനുഭവം, ജാഗ്രത അനുഭവം, ജാഗ്രതയിലെ പ്രപഞ്ചാനുഭവം. അതാ സത്തിന്റെ സൃഷ്ടിയാണ്. എന്റെ സൃഷ്ടി എന്നൊരിക്കലും പറയരുത്, അത് അഹന്തയായിപ്പോവും, അറിവില്ലായ്മയായിപ്പോവും. അഗ്നി സ്ഫുലിംഗം വിച്ചരതി അനിശം, ഇത് അനിശം സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനൊരു നൈരന്തര്യമുണ്ട്, ഇതിനൊരു തുടക്കം ഒടുക്കം ആർക്കും നിശ്ചയിക്കാൻ വയ്യ. ഈ സമുദ്രത്തിലെ തിരകളെന്ന് തുടങ്ങി ഇതെന്നാ ഒടുങ്ങുന്നത് ആർക്കും നിശ്ചയിക്കാൻ വയ്യ. അതുപോലെ അനിശം സ്വന്തം അനുഭവത്തിൽ നോക്കിയാലും അതാണ്. അറിയുന്നു, സ്വപ്നം കാണുന്നു, വീണ്ടും ഇതെല്ലാം ഉപേക്ഷിക്കുന്നു, വീണ്ടും താനായി തന്നെ സ്ഥിതി ചെയ്യുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇത് ഈ സമുദ്രത്തിലെ ഒരു കുമിള ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ സമുദ്രം മുഴുവൻ വ്യാപിച്ച് ഒരു മഴ പെയ്യുന്നു എന്ന് വിചാരിക്കുക, അവിടെ എത്ര കുമിളകളുണ്ടാകും? ഓരോ കുമിളയും ചിന്തിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുക. അനിശം, നിരന്തരം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കാണും. അപ്പോ ഈ അസംബന്ധ ചോദ്യങ്ങൾ വരില്ല. എന്താ, ഈ സൂര്യനെയും ചന്ദ്രനെയൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണോ?
ഈ സമുദ്രത്തിൽ അനന്തമായ കുമിളകളുണ്ട്. അപ്പോൾ അവിടെ അനന്തമായ ജ്ഞാനങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുകയാണ്. ഈ ഒരു കുമിളയെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ഈ ഒരു കുമിളയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഞാനാണ് ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നു, സൂര്യനെയും ചന്ദ്രനെയും. അങ്ങനെ ഒരു അസംബന്ധം വരും. ഇത് അനിശ്ചയമാണ് എന്ന് പറയുമ്പോൾ നോക്കുക, ഈ ജാഗ്രത സുഷുപ്തികൾ ഈ സമുദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകകാലത്തിൽ അനന്തമായിട്ടാണ്. ഒരു കുമിളയല്ല, അനന്ത കുമിളകളാണ്. സാറിന് ഒരു ചോദ്യം വരും, ഞാനാണിത് സൃഷ്ടിച്ചത്, അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? ചോദിക്കുന്ന ചോദ്യമോ? അതിവിടെ താൻ ഒരു കുമിളയെ ശേഷിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇത് ഈ പ്രക്രിയ അനന്തമാണ്. അതുകൊണ്ട് സൃഷ്ടിയും അനന്തമാണ്. അവിടെ ഞാൻ ഉറങ്ങുന്നോ, ഞാൻ ഉണ്ടെന്നിരിക്കുന്നോ എന്നുള്ള കാര്യം അഗണ്യമാണ്. ഈ ഉറക്കവും ഉണർവും ഈ സമുദ്രത്തിൽ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അനന്തമായ മായാകലയെന്ന് പറയും. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ജഗത്തിന് ഇവിടെ നിലനിൽക്കാൻ ഒരു പ്രയാസമില്ല. നീ ഉറങ്ങിയാലും കൊള്ളാം, ഉണർന്നാലും കൊള്ളാം. എന്താ, നീ ഉണർന്നില്ലെങ്കിൽ വേറെ ആരും ഉണർത്തില്ലേ? നീ ഒരു കുമിളയില്ലെങ്കിൽ വേറെ കുമിളയൊന്നുമില്ലേ? അപ്പൊ ഈ ഒരു കുമിളയെ ആശ്രയിച്ചല്ല ഈ ജഗത്ത് നിലനിൽക്കുന്നു, മറിച്ച് ആ സംയുക്തനെ ആശ്രയിച്ചിട്ടാണ്. ആ സംയുക്താണ് ഈ ജഗത്തായി നിൽക്കുന്നത്. ആ സംയുക്ത സൃഷ്ടിച്ച ഈ ജഗത്തിനെ ഗ്രഹിക്കുന്ന ഒരുവനായി നിൽക്കുന്നു. ആ സംയുക്തനെ സംയുക്തായി ഗ്രഹിക്കാതെ ഈ ജഗത്തായി ഗ്രഹിക്കുന്ന ഒരു കുമിള. അതിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെന്ന് പറയുന്നത് ഇവിടെ അഗണ്യമാണ്, ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിവിടെ എത്രയോ ഏകകാലത്ത് ഏകദേശത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ വ്യാപ്തിയിൽ മനസ്സിലായില്ലെങ്കിൽ സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ ആ സുഷുപ്തി ഉണർന്നു, ജഗത്ത് സൃഷ്ടിക്കപ്പെട്ടു, അവിടെയെല്ലാം തന്നെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തയാണ്. താൻ എന്ന് പറയുന്നത് ഇവിടെ ഗണിക്കത്തക്ക ഒന്നല്ല, അതിതുച്ഛമാണ്. ചെറിയൊരു നീർക്കുമുള മാത്രം. അതാണ് ജലബുദ്ബുദവത് ഇവിടെ പറയുന്നത്. ജലബുദ്ബുദങ്ങളെപ്പോലെ, നീർക്കുമുളകളെ പോലെ ഒന്നായിട്ടെടുക്കരുത്. അനന്തമായ നീർക്കുമുളകൾ. ഇതൊരു എന്താണ്, വിരാമമില്ലാത്ത ഒരു പ്രക്രിയ ആ ചിത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന് വിരതി, അവസാനം ഇല്ല. ഒന്നല്ല, അനന്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, അനിശം. ഇതിങ്ങനെ സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കുമിള വിലയിക്കുമ്പോൾ അവിടെ അനന്ത കുമിളകൾ ഉയർന്നു വരുന്നു. അനന്ത കുമിളകൾ വിലയിക്കുമ്പോൾ അനന്ത കുമിളകൾ വീണ്ടും ബുദ്ബുദങ്ങൾ ഉയർന്നു വരുന്നു. ഇവിടെ ഈ ജഗത്തിന്റെ നിലനിൽപ്പിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ട്? ഈ സത്ത് അനന്തമാണ്. അനന്തമായ സത്തിൽ ഈ പ്രപഞ്ചവും അനന്തം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം അനന്തമായിരിക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് ബാഹ്യമായി അന്വേഷിക്കുന്നവരെല്ലാം പറയുന്നില്ല ഇത് അനന്തമാണ്, ഇതിനൊരു അവസാനം കണ്ടെത്താൻ കഴിയുന്നു. അനന്തമായ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ അണുവിൽ അന്വേഷിക്കുന്നു. മനുഷ്യനെത്ര വിഡ്ഢിയാണ്. ഇവിടെ പറയുന്നു
എന്താണ്? അഗ്നി വിസ്ഫുലിംഗവത് വിച്ചരതി അനിശം യസ്മിന്നേവച പ്രലീയത. മറ്റൊരു ഉദാഹരണം പറയുന്നത് ജലബുദ്ഭുതവത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നീർക്കുമിളകളെപ്പോലെ ഈ ബോധസ്ഫുരണങ്ങൾ വിലയിക്കുന്നു, പ്രകടമാകുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അതിൽ നിന്ന് അന്യമായി പോയോ, ഒറ്റപ്പെട്ടു പോയോ? ആ ഒരു നീർക്കുമിളയ്ക്കും അതിൽ പ്രകടമായ വിലയിക്കാം. ഇതിനപ്പുറം അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ സാധ്യമല്ല. യഥാത്മകഞ്ച വർത്തതേ സ്ഥിതികാലേ. ക്ഷണികമായി ഇതൊരു കുമിളയായി നിൽക്കുമ്പോഴും അത് ജലം തന്നെ. അതാ ഒരു കുമിളയെ സംബന്ധിച്ചാൽ അനന്തമായ കുമിളകൾ പല രൂപത്തിൽ, അഹമെന്നും ഇതമെന്നും ഞാനെന്നും എന്റേതെന്നും ഞാനെന്നും പ്രപഞ്ചമെന്നും എല്ലാം നിൽക്കുന്നത് തന്നെ. ഒരു കുമിള അഹം എന്നുള്ള ഭാവത്തിൽ വരുമ്പോൾ നമ്മളതിനെ വിളിക്കും ജീവൻ. മറ്റൊരു കുമിള ഇതം എന്നുള്ള ഭാവത്തിൽ വരുമ്പോൾ നമ്മൾ പറയും ജഗത്ത്. അഹമിതം അഹമിതം. ഇത്തരത്തിലിത് സ്ഥിതികാലത്തിൽ നിലനിൽക്കുന്നു. അവിടെ എന്താണ്? ജലാത്മകമായി തന്നെ. യഥാത്മകം ചവർത്തതേ സ്ഥിതികാലേ. സത്സ്വരൂപത്തിൽ സത്തായി നിലനിൽക്കുന്നു. അപ്പൊ സൃഷ്ടി സത്താണ്, കുമിള ജലമാണ്. ഇക്കാര്യത്തിൽ എന്താ വിവാദം? അല്ലെങ്കിൽ സൃഷ്ടി സച്ചിദാനന്ദമാണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഭേദമില്ല, ഒന്ന് തന്നെയാണ്. ഒരു കുമിളയ്ക്ക് തോന്നുകയാണ്, അല്ല ഞാൻ വേറെയാണ്. എന്തുകൊണ്ടങ്ങനെ തോന്നാൻ കാരണം? അതാ ജലമായിരുന്നപ്പോ, സമുദ്രത്തിൽ അത് ലീനമായിരുന്നപ്പോ അതിനില്ലാതിരുന്ന ചില രൂപനാമങ്ങളെല്ലാം പ്രകടമായി. കുമിള, ബുദ്ബുദം, പ്രത്യേക ഒരു രൂപവും നാമവും വന്നു. അത് മതി. അതിന് ചിന്തിക്കാൻ എന്താണ്? ഞാൻ വേറിട്ടവനാണ്. അഹമിതം രൂപത്തിൽ തന്നെയും ജഗത്തിനെയും അവൻ ഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്ന് പ്രകടമായി. അത് വായു വീശിയിട്ടാകാം, മഴ പെയ്തിട്ടാകാം. അതെല്ലാം ഈ പ്രപഞ്ച അന്തർഗതമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിനുണ്ടാകുന്നത്. ഇവിടെ എന്താണ്? ആ സത്ത് തന്നെയാണ് ഇതെല്ലാമായി തീരുന്നത്. സ്ഥിതികാലേ. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ സ്ഥിതികാലത്ത് ക്ഷണികമായി ആ ബുദ്ബുദം നിൽക്കുന്ന സമയത്ത് അത് സത്ത് തന്നെയാണ്. യഥാത്മകം സദാത്മകം. യസ്വരൂപം, അതിനാണ് പറയുന്നത് യഥാത്മകം. ഈ ഒരു പ്രക്രിയ, ഈ ഒരു പ്രവർത്തനം അനിശ്ചയം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനന്തമായ ജീവന്മാരുടെ ജാഗ്രത സ്വപ്നങ്ങൾ, സുഷുപ്തി, ഈ രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, നാശം. ആ ഇതം വൃത്തിയുടെ, ഇതം എന്നുള്ള ആ വൃത്തി എന്ന് വെച്ചാൽ ബുദ്ബുദം, അതിന്റെ ഉദയമാണ് പ്രപഞ്ച ഭാനം, പ്രപഞ്ചാനം. ആ ഇതം എന്നുള്ള ആ ബുദ്ബുദത്തിന്റെ വിലയം, പ്രപഞ്ചം പോയി അവിടെ. അവനെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച് പ്രപഞ്ച കാര്യവുമല്ല കാരണവുമല്ല. അവന് പ്രപഞ്ചത്തിന്റെ കാരണവും അറിയണ്ട, ഒന്നും അറിയണ്ട. അവൻ അതായി തന്നെ മാറി. ഇത് അനന്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ സൃഷ്ടിക്ക് ഈ രൂപത്തിൽ നിലനിൽക്കുന്നതിന്, അനന്തകാലം നിലനിൽക്കുന്നതിന് യാതൊരു വൈഷമ്യവുമില്ല. ഈ ഉയർന്നു വരുന്ന
ക്ഷണികമായി വരുന്ന ഈ ബുദ്ബുദം സ്വയം അഭിമാനിക്കുന്നു. എന്താണ്? ഞാൻ ബുദ്ബുദമാണ്, ഇത് ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചമാണ് എന്ന്. അതുകൊണ്ട് അതിന് താൻ ജലമാണെന്നുള്ള വിസ്മരിച്ചു. താൻ ജലമാണ് എന്ന ബോധത്തിൽ അവൻ വിലയിച്ചാൽ അതാണ് അനിശം ഉള്ള ഈ പ്രക്രിയയിൽ ആർക്കാണോ എന്താണ് യഥാത്മകം ഈ സൃഷ്ടിക്കുന്ന മുമ്പ് സുഷുപ്തികാലത്ത് അല്ലെങ്കിൽ ആ മരണത്തിൽ എന്ന് വേണമെങ്കിലും പറയാം, ഈ ജനനത്തിൽ ഇത് വർത്തമാനകാലം, വീണ്ടും അടുത്ത നിമിഷം സംഭവിക്കുന്ന മരണം, ശരീരനാശമാണ്, പ്രളയം, മരണം, അവിടെയെല്ലാം എന്താണ് യഥാത്മകം എന്ന് ഈ ബുദ്ബുദം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. നിർവൃത്തി, നിർവ്വാണം, മോക്ഷം, ജ്ഞാനഫലം, അറിവിന്റെ ഫലം. തസ്യാത്മനോ ബ്രഹ്മണഃ പറയുന്നു. ഈ തത്വം അതിന്റെ ഉപനിഷത്ത്, ഈ തത്വത്തിന്റെ വെളിപ്പെടുത്തൽ, അതാണ് ഉപനിഷത്ത്. സമീപ നിഗമയതി അവിധായക ശബ്ദ ഉപനിഷത്ത് ഉപാന്ന് വെച്ച സമീപം, നിഗമയതി ബോധിപ്പിക്കുന്നു എന്നർത്ഥം. എന്താ ബോധിപ്പിക്കുന്നത് എന്നാ? ശബ്ദ, അതാണ് ഇതിനെ ബോധിപ്പിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഉപനിഷത്ത്. ഇതിന്റെ ഈ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ഒരു ബുദ്ബുദം, അതിന്റെ സ്വരൂപത്തിൽ എത്തിക്കുന്നു, പ്രാപിപ്പിക്കുന്നു, അങ്ങനെയും പറയാം. നിഗമയതി, ബോധിപ്പിക്കുന്നു, പ്രാപിപ്പിക്കുന്നു. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കാനാണ്. തത്വത്തെ അറിഞ്ഞ് മോക്ഷത്തെ പ്രാപിക്കുക എന്ന് പറയും. ഇപ്പൊ രണ്ടർത്ഥത്തിനും പറയാം. പക്ഷെ ശബ്ദത്തിന്റെ പ്രധാനമായ ജോലി എന്ന് പറയുന്നത് ബോധിപ്പിക്കലാണ്. അതാണ് ഉപനിഷത്തിന്റെ ജോലി. ഇത്രയും വലിയൊരു പ്രശ്നത്തിന് ജനനം, മരണം, അല്ലെങ്കിൽ സംസാരം, ബന്ധനം, മോക്ഷം, ഈ പ്രശ്നങ്ങൾക്ക് ഉള്ള സമാധാനം എന്ന് പറയുന്നത് ഈ ശബ്ദം മാത്രമാണ്. അതിനാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും നിസ്സാരമായൊരു കാര്യമാണോ നമുക്ക് തോന്നിപ്പോകും. അദ്വൈതത്തിന്റെ പ്രത്യേകത. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നത് ശബ്ദം, ഉപനിഷത്ത്. ശബ്ദത്തിനെന്താ അത് കഴിയുന്നത്? ബോധം എപ്പോഴും ശബ്ദത്തെ ആശ്രയിക്കുന്നു. അതാണ് ശബ്ദത്തെ ആശ്രയിക്കുന്നു. എല്ലാ തരത്തിലുള്ള ബോധവും അവസാനം ശബ്ദത്തെ ചെന്ന് ആശ്രയിക്കുന്നു. രൂപം, രസം, ഗന്ധം, സ്പർശം, ഇതൊന്നും ശബ്ദമല്ല. രൂപം, നിറം, ആകൃതി, ഇത് ശബ്ദമല്ല. എന്തുകൊണ്ട്? നമ്മളത് കണ്ണുകൊണ്ട് കാണുന്നതാണ്. രസം, മധുരം,
തിക്തം, കഷായം, അമ്ളം, കടു, ഇതൊന്നും ചെവി കൊണ്ട് കേൾക്കുന്നതല്ല, നാക്കുകൊണ്ട് അറിയുന്നതാണ്. ഗന്ധം, സുഗന്ധം, ദുർഗന്ധം, ഈ ഭേദങ്ങൾ ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നതാണ്. അത് ശബ്ദമല്ല. രൂപം, രസം, ഗന്ധം, സ്പർശം, ശീതം, ഉഷ്ണം, ആണ് സ്പർശം. അതിന് ചെവി കൊണ്ട് കേൾക്കുന്നതല്ല, ത്വകിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു. പക്ഷെ ഈ ഇന്ദ്രിയ വേദ്യമായ എല്ലാ അറിവുകളും, പ്രാപഞ്ചികമായ ഭൗതികമായ എല്ലാ അറിവുകളും ശബ്ദത്തെ ആശ്രയിക്കുന്നു. അറിവിന്റെ പൂർത്തീകരണത്തിൽ അത് ശബ്ദത്തിന്റെ ഒരു സിദ്ധിയാണ്. ഇവർക്കെല്ലാവർക്കും അവസാനം ശബ്ദത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്, ഞാൻ കേൾക്കുന്നില്ല, പക്ഷേ എന്റെ ഉള്ളിലൊരറിവുണ്ടാകും, ഇത് പുസ്തകം. എന്താ അവിടെ ശബ്ദമില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത് പുസ്തകം. കണ്ണാണ് ഇങ്ങനൊരു അറിവിനെ ഉള്ളിലുണ്ടാകാൻ സഹായിച്ചത്. ഇത് പുസ്തകം. പക്ഷെ അറിവുള്ളിൽ സ്ഫുരിക്കുന്നെങ്ങനെ? ശബ്ദാകാരത്തിൽ, ശബ്ദരൂപത്തിൽ. ഇത് പുസ്തകം എന്നുള്ള ആ ശബ്ദത്തെ അറിവിൽ നിന്ന് തള്ളിക്കളയുക, പിന്നെ അറിവില്ല. കണ്ണുണ്ട്, അറിവില്ല. മറ്റ് ശ്രവണേന്ദ്രിയമല്ലാതെ മറ്റിന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന അറിവുകൾ പോലും ഉള്ളിൽ സ്ഫുരിക്കുന്നത് ശബ്ദാത്മകമാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിവിന് വേണ്ടി ശബ്ദത്തെ ആശ്രയിക്കുന്നത്. നമ്മളൊന്ന് കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, ചിന്തിക്കുന്നു, എല്ലാം ശബ്ദത്തെ ആശ്രയിച്ച്. അവിടെയൊക്കെ പ്രതീക്ഷ എന്താണ്? ഇതുകൊണ്ടെല്ലാം അറിവുണ്ടാകും. അറിവുണ്ടാകുന്നുമുണ്ട്, നാനാതരത്തിലുള്ള അറിവുണ്ടാകുന്നുണ്ട്. ഇവിടെ ഉപനിഷത്ത് ശബ്ദം എന്താ ചെയ്യുന്നത്? ആദ്യം അത് ആ ശ്രോതാവിനെ അന്തർമുഖമാക്കുന്നു. ആ ശബ്ദം എന്തുകൊണ്ടാണ്? നിങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നത് എത്ര വലിയ തത്വശാസ്ത്രമായാലും ശരി, എത്ര ഗഹനമായ തത്വശാസ്ത്രമായാലും ശരി, അതെല്ലാം ബുദ്ധിയുടെ വിഷയങ്ങളാണ്, അറിവിന്റെ വിഷയങ്ങളാണ്. അറിവിന്റെ വിഷയങ്ങളെ ഒരു ക്രമത്തിൽ അടുക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ പറയും അവൻ ബുദ്ധിമാനാണ്. അടുക്കിന്റെ ഉയരമനുസരിച്ച് പറയും അവൻ പണ്ഡിതനാണ്, ഒരുപാട് അറിവുള്ള ആളാണ്. ഉപനിഷത്ത് അതല്ല ചെയ്യുന്നു. അറിവിന്റെ വിഷയത്തെ ബോധിപ്പിക്കുകയല്ല, മറിച്ച് അറിവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അത് ഉപനിഷത്ത് മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ. അറിവ് വിഷയമല്ല എന്ന് ബോധിപ്പിക്കുന്നു, പഠന വിഷയമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അത് ആർജിച്ച അറിവുകളുടെ എല്ലാം ആധാരമാണെന്ന് ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ സ്വരൂപമാണെന്ന് ബോധിപ്പിക്കുന്നു. അതിനാണ് പറയുന്നത് അറിവ് അന്തർമുഖമായി ബോധിപ്പിക്കുന്നു, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. എന്ത് ഉപനിഷത്ത് ശബ്ദം? അതാണ് മറ്റുള്ള ശബ്ദങ്ങളിൽ നിന്ന് അതിനുള്ള വ്യത്യാസം. അതുകൊണ്ട് പറയുന്നു നിഗമയതി. അത് അറിയുന്നവനെ അവന്റെ സ്വരൂപത്തിലെത്തിക്കുന്നു. ആ ശബ്ദം അന്തർമുഖമായി. മുഖ്യമായ ഭേദം ഇതാണ്. ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങളും അവന് ബഹിർമുഖമായ അറിവിനെ കൊടുക്കുന്നു. യുക്തി തുടങ്ങിയ കാര്യങ്ങളെ കൊടുക്കുന്നു.
ഊഹാപോഹങ്ങളെ കൊടുക്കുന്നു. അതായിരിക്കാം, ഇതായിരിക്കാം, സത്യം ഇന്നതാണ്, അതാണ്, ഇതാണ്, ബ്രഹ്മം സത്യമാണ്, ജഗത് മിഥ്യയാണ്. ഇത്തരത്തിലുള്ള നാനാത്വ ബോധത്തെ കൊടുക്കുന്നു എല്ലാ അറിവും. ഉപനിഷത്ത് അങ്ങനെയല്ല. അവൻ അന്തർമുഖനാകുന്നു. എന്തുകൊണ്ട് അന്തർമുഖമാകുന്നു? അത് ബോധിപ്പിക്കുന്നത് ആ ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ്, ശ്രോതാവിന്റെ വിഷയങ്ങളല്ല. മറ്റ് സർവത്ര ശബ്ദങ്ങൾ ശ്രോതാവിന്റെ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നു. ഇവിടെ ശബ്ദം ശ്രോതാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഇവിടെ സ്വസ്വരൂപത്തിൽ നിന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അവൻ അച്യുതനാണെങ്കിൽ ച്യുതി സംഭവിച്ചു, തെന്നിപ്പോയി അവിടെ നിന്ന്. അതാണ് ഈ ജാഗ്രത. അതാണ് ജാഗ്രതയിലെ വിഷയബോധം, ജാഗ്രതയിലെ ബഹിർമുഖമായ ബോധം. തിരിച്ചവനെ അച്യുതനാക്കുന്നു, സ്വരൂപപ്രതിഷ്ഠിതനാക്കുന്നു, ആത്മനിഷ്ഠനാക്കുന്നു, അന്തർമുഖമാക്കുന്നു. അതാണ് ഉപനിഷത്ത് ശബ്ദത്തിന് പ്രത്യേകത. അതുകൊണ്ട് പറയുന്നു, എന്താണ്, അവൻ അവിടെ പ്രാപിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതങ്ങനെയാണല്ലോ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് സ്ലിപ്പായിപ്പോയാൽ, വഴുതിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചവിടെ വരുന്നു. അതുപോലെ ഏതൊരു സ്വരൂപത്തിലാണോ താൻ സ്ഥിതനായിരുന്നത്, പ്രാക് പ്രതിബോധ, ആ സ്വരൂപത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. എടുത്തുകൊണ്ട് പോവുകയല്ല, ബോധത്തിലൂടെ, ജ്ഞാനത്തിലൂടെ. അതാണ് തന്റെ സ്വരൂപമെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തിക്കുന്നു എന്നുള്ള രീതി പറയുകയാണ്, പ്രാപിപ്പിക്കുന്നു. ജിജ്ഞാസൂനാം ബ്രഹ്മപ്രാപകത്വം പ്രാപയതി വിജ്ഞാനാത്മാനം എന്നെല്ലാം പറയുന്നു. ആ പ്രാപിപ്പിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ബോധിപ്പിക്കൽ ആണ്, അതിനപ്പുറം വേറൊന്നുമില്ല. ആ പ്രാപിക്കുന്ന തടസ്സമായിരുന്നു കേവലം തന്റെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കേവലം വെളിച്ചമാണ്. ആ വെളിച്ചത്തെയാണ് ബോധനം എന്ന് പറയുന്നത്. നമുക്കൊരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ, നടന്നു പോകണമെങ്കിൽ വാഹനം വേണം. അതുപോലെ സ്വരൂപത്തിൽ നിന്നുള്ള ച്യുതിയെ കണക്കിലെടുത്ത് പറഞ്ഞാൽ പ്രാപിപ്പിക്കുന്നു. സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ കണക്കിലെടുത്ത് പറഞ്ഞാൽ ബോധിപ്പിക്കുന്നു. രണ്ടിടത്ത് യോജിപ്പിക്കും. അങ്ങനെയുള്ള ശബ്ദം, അതാണ് ഉപനിഷത്ത്. അതാണ് മറ്റ് ശബ്ദങ്ങളിൽ നിന്നും ഉപനിഷത്തിനുള്ള വ്യത്യാസം. അത് അന്തർമുഖമാക്കി അവനെ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഒരു ബുദ്ബുദത്തിന് അതിന്റെ രഹസ്യത്തെ അറിയാൻ സമുദ്രത്തെ വിട്ട് ഇറങ്ങി പോകാൻ കഴിയത്തില്ല. എന്താ, സമുദ്രത്തിൽ നിന്ന് മാറിപ്പോയാൽ അതിന്റെ രഹസ്യം അറിയാൻ പറ്റും. അത് സമുദ്രത്തിലേക്കുള്ള വിനയം തന്നെയാണ് അതിന്റെ സത്യസാക്ഷാത്കാരം. അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് തന്നെയാണ്. അതുപോലെ ഇവിടെയും എന്താണോ ആ സ്വരൂപസ്ഥിതി തന്നെ. അതിന് ശബ്ദം ഉപനിഷത്ത്, അതിന്റെ മഹത്വം. ആ ഉപനിഷത്തിന് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ശബ്ദമൊന്നും എടുക്കേണ്ട കാര്യമില്ല. പണ്ടാരോണ്ടോ പറഞ്ഞൊരു ശബ്ദം അങ്ങനെയില്ല. ആ തത്വത്തെ വെളിപ്പെടുത്തുന്ന എല്ലാ ശബ്ദവും ഉപനിഷത്ത് തന്നെ. അത് പണ്ട് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലും ശരി, ഇന്നാരെങ്കിലും പറഞ്ഞാലും ശരി, അത് അറിവുള്ളവൻ പറഞ്ഞാലും ശരി, അറിവില്ലാത്തവൻ പറഞ്ഞാലും ശരി, ഏതൊരു ശബ്ദമാണോ അത് ഉപനിഷത്ത്. ഏതൊരു ശബ്ദമാണോ ഒരുവന്റെ ബോധത്തെ അന്തർമുഖമാക്കുന്നത്, ആ ശബ്ദം ഉപനിഷത്ത്. അത് പഴയ കാലത്ത് എഴുതി വെച്ചെന്നോ ഇന്നെഴുതിയെന്നോ ഋഷി പറഞ്ഞെന്നോ ഗുരു പറഞ്ഞെന്നോ
അങ്ങനെയുള്ള വ്യത്യാസമൊന്നും അവിടെയില്ല. അത് ഒരു ശബ്ദമാണ്, ശബ്ദത്തിന്റെ സ്വഭാവമാണ്. അതിനിവിടെ ശബ്ദശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പറയാം, അത് ശബ്ദത്തിന്റെ ഒരു സ്വഭാവമാണ്. ഭാഷ്യകാരൻ 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം എങ്ങനെയാ സ്വഭാവം ശബ്ദത്തിൽ പ്രവർത്തിക്കുന്നു, അതാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. അന്തർമുഖമാക്കി, അറിവില്ലായ്മ നീക്കി, അവിടെ നമ്മളെ ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് കേവലം ശബ്ദത്തെ ആശ്രയിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാറില്ല. മറ്റെന്തുകൊണ്ടോ എന്തോ സംഭവിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് ഒന്നുകൊണ്ട് ഒന്നും സംഭവിക്കേണ്ട കാര്യമില്ല. ഇതിലെന്തെങ്കിലും അതീന്ദ്രിയ വിദ്യകളൊന്നുമില്ല, ഇതിലെന്തെങ്കിലും മാജിക്കില്ല, അത്ഭുതങ്ങളില്ല. അങ്ങനെയല്ല. അത്ഭുതമെന്ന് പറയുന്നത് തന്നെ ജീവന്റെ വിവരക്കേടാണ്. അത്ഭുതം എന്ന് പറയുന്നത് വിവരമുള്ളവൻ ഒരിക്കലും അതിനെ പ്രശംസിക്കത്തില്ല. അങ്ങനെ വിവരക്കേടിനെ എങ്ങനെ പ്രശംസിക്കാൻ പറ്റും? അതിങ്ങനെ സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അത്ഭുതമായിരിക്കുന്നെങ്ങനെ? ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ ഈ വാച്ച് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിനിത് അത്ഭുതമായിരിക്കും. എന്തുകൊണ്ടാണ് അത്ഭുതമാകുന്നത്? അതിനെക്കുറിച്ച് അതിനറിയില്ല. ഇതിന്റെ പ്രവർത്തനം അറിയുന്നവന് ഇതിലെന്തെങ്കിലും അത്ഭുതമുണ്ട്. അപ്പൊ അത്ഭുതം എന്ന് പറയുന്നതെല്ലാം ഈ മനുഷ്യന്റെ വിവരക്കേടാണ്. എവിടെ അത്ഭുതം കാണുന്നുണ്ടോ അവിടെ നിങ്ങളുടെ വിവരക്കേടാണ്. ആരുടെ ആയാലും നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ പറയുകയാണ്. കേൾക്കുന്നവരെന്നുള്ളതിലേക്ക് ഞാനത് പറയുന്നു, എന്നെ ഒഴിവാക്കിയിട്ട് പറയുന്നുണ്ട്. മറിച്ചാണെങ്കിൽ എന്താണ്? വിവരമുള്ളവന് അത്ഭുതമില്ല, ഒരിടത്തുമില്ല. അതുകൊണ്ട് ഇത് അത്തരത്തിലൊരു അത്ഭുതമല്ല, ആശ്ചര്യമല്ല. ശബ്ദത്തിന്റെ സ്വഭാവമാണ് എന്താ പറയുന്നത്. അത് സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. അതിന് വേറൊരു ഉപായം ഇല്ലതാണ്. ശബ്ദം മാത്രമേ ഉള്ളൂ ഉപായം. ഉപദേശത്തിന് മാന്ത്രിക വഴികളൊന്നുമില്ല, മാന്ത്രിക സിദ്ധികളൊന്നുമില്ല. ചിന്തിക്കുമല്ലോ, നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ മൗനമായ ഉപദേശമുണ്ടെന്ന്. അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിനെ നമുക്ക് വിളിക്കാം മൗനശബ്ദം. അത് മൗനശബ്ദം മാത്രമേ. മറ്റു ശബ്ദങ്ങളൊന്നുമല്ല, ഒരു ശബ്ദം, മൗനശബ്ദം മാത്രം. ഓം എന്ന് പറയുന്നു. അവിടെ ഒരു ശബ്ദം, വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഉപനിഷത്ത് ഒരുപാട് ശബ്ദങ്ങൾ പറയുന്നു. ഇതിന് പറയുന്നു അതിന്റെ സാരമാണ് ഓം. അവിടെയെല്ലാം
ഉപദേശിക്കുന്നവനും ഗ്രഹിക്കുന്നവനും ഈ ശബ്ദം പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണോ അവിടെ ശബ്ദമില്ല, ഇവിടെ ഉപായത്തിലല്ല, ആ ലക്ഷ്യത്തിൽ അവിടെ ശബ്ദമില്ലെന്ന് പറയും. ആ തത്വത്തിൽ അതില്ലെന്ന് പറയാം. പക്ഷെ ആ തത്വം തന്നെയാണ് ശബ്ദാത്മകമായിരിക്കുന്നത്. എന്നിട്ടും അത് ശബ്ദാത്മകമായിരിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഏതോ വാച്ചോ നിവർത്തന്തേ, വാക്കെത്താത്ത സ്ഥലം, കേവലമായ സ്ഥലം, അതൊരു ഉപായമല്ല, അതൊരു വഴിയല്ല, അത് പരമാർത്ഥമാണ്. അവിടെ നോക്കുകയാണെങ്കിൽ ശബ്ദശൂന്യമെന്നും പറയും. പക്ഷെ എന്നാലും അത് തന്നെയാണ് ഈ ശബ്ദാത്മകമായി മാറുന്നത്. ആ ശബ്ദമാണ് ഇതിന്റെ ഉപായം. അതുകൊണ്ട് ശബ്ദ അവിടെ പറയും. ഉപനിഷത്ത് ഇത്യുച്യതേ, ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ ശബ്ദത്തെയാണ്. ആ ശബ്ദത്തെ ആശ്രയിച്ചുള്ള ബോധം, അതിനെ ഉപനിഷത്ത് എന്ന് പറയും. ആത്മവിദ്യ, ബ്രഹ്മവിദ്യ, ജ്ഞാനം എന്നെല്ലാം പറയും. ആ ജ്ഞാനത്തിന് ശബ്ദം അങ്ങോട്ട് മാറിയിരിക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് കാര്യം സാധിക്കാം എന്ന് പറയാൻ കഴിയത്തില്ല. അത് കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജ്ഞാനമല്ല. പിന്നെ അജ്ഞാനത്തെ, അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്ന ജ്ഞാനമല്ല, അതിന് കേവല സ്വരൂപം. അതുവരെ എന്താണത്? ശബ്ദമാണ്, ജ്ഞാനമാണ്. ഉപനിഷത്ത് ഉച്ചതേ ശാസ്ത്രപ്രാമാണ്യ ഏത് ശബ്ദഗതോ വിശേഷു അവസീയതേ ഉപനിഗമയിതൃത്വം നാമ. പറയുന്നത് ശബ്ദഗത വിശേഷം. എന്താ ഈ ശബ്ദങ്ങളെല്ലാം ജ്ഞാനഗുണമല്ല, ഇത് ശബ്ദഗതമായ ഒരു വിശേഷമാണ്. എന്നുവെച്ചാൽ ശബ്ദ ആശ്രിതമായ ഒരു വിശേഷമാണ്, ശബ്ദത്തെ ആശ്രയിച്ചുള്ള വിശേഷമാണ്. എല്ലാ ജ്ഞാനവും ആശ്രയിക്കുന്നു ആ ശബ്ദം. ആ ശബ്ദത്തെ ആശ്രയിച്ചു വരുന്ന ഒരു വിശേഷം സ്വരൂപജ്ഞാനം എന്ന് പറയുന്നു. അതിനെ പിന്തുടർന്ന് പ്രകാശിക്കുന്നത്, അതാണ് ശബ്ദഗതമായ വിശേഷം എന്ന് അവസീയത എന്ന് നിശ്ചയിക്കുന്നു ഇതിന്. അതാണ് എന്താണ് ഉപനിഗമയിതൃത്വം. ഇതിനെ സ്വരൂപമായി പ്രാപിപ്പിക്കുന്നു, സ്വരൂപമായി ബോധിപ്പിക്കുന്നു എന്നെല്ലാം പറയുന്നിടത്ത് ആ ശബ്ദത്തെ ഉപനിഷത്ത്, ഗുരു ഉപദേശം എന്നും പറയുന്നു. ഇവിടെ ശബ്ദത്തിന് സ്ഥാനമില്ലെങ്കിൽ പിന്നെ ഗുരുവിന് സ്ഥാനമില്ല. ഗുരു ആവശ്യമില്ലാതെ. ശബ്ദത്തിന്റെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഗുരുവിനും പ്രാധാന്യം വന്നത്. ആ തത്വത്തെ ഗുരു പ്രകാശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപായമാണ് ശബ്ദം. അത് ഏത് ശാസ്ത്രമായാലും ശരി, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ശബ്ദം. ഏത് ഉപദേശ രീതിയായാലും ശരി, അവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. പറയുന്നു ഗുരു എന്തെങ്കിലും ഒരു മുദ്ര കാണിക്കുകയാണ്, അവിടെ ശബ്ദമുണ്ടോ എന്ന് ചോദിക്കും. ശബ്ദത്തെ ഗുരു മുദ്രയായി കാണിക്കുന്നു. മുദ്രയെ ശിഷ്യൻ ശബ്ദാത്മകമായി ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ നിന്ന് അവൻ തത്വത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ സർവത്ര എന്ത് വരുന്നു? ആ ഗ്രഹണം ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ശബ്ദഗത വിശേഷം
എന്ന് പറയും. ആത്മബോധം അതിനെ ആശ്രയിക്കുന്നു. അതിനെയാണ് പറയുന്നു ഉപനിഗമയന്ത്രിത്വം ഉപനിഷത്ത്. സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത് ഉപദേശരൂപത്തിലുള്ള ശബ്ദം. അതാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്ന് തുടങ്ങിയതെല്ലാം ശ്രുതിയുടെ ശബ്ദങ്ങളെല്ലാം, ഭാഷ്യകാരന്റെ ശബ്ദമല്ല. ഇവരാരെല്ലാം ഈ തത്വത്തെ പ്രകാശിപ്പിക്കാൻ ശബ്ദത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ശബ്ദങ്ങളെല്ലാം ഉപനിഷത്താണ്. കാസുപനിഷത്ത് എന്നാണ്. ഉപനിഷത്തിനൊരു അവസാനമില്ല. ഈ പ്രപഞ്ചം പോലെ അനാദി അനന്തമാണ്. എന്നാൽ ഇവിടെ ഇപ്പൊ പറയുന്ന ഉപനിഷത്ത് ഒരിടത്ത് തത്വമസി എന്ന് പറഞ്ഞു, ഒരിടത്ത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു, സർവം കല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, സത്യജ്ഞാനം അനന്തം ബ്രഹ്മ. പറഞ്ഞാൽ അവസാനിക്കത്തില്ല. ഇവിടുത്തെ ഉപനിഷത്ത് എന്താണ്? സത്യസ്യ സത്യം,